വിജയ് നായകനായ ജനനായകൻ സിനിമയുടെ റിലീസ് വൈകും. ചിത്രം വീണ്ടും പരിശോധിക്കാൻ അധികാരമുണ്ടെന്ന് സെൻസർ ബോർഡ് വ്യക്തമാക്കി. പ്രദർശനം തടയണമെന്ന ദുരുദ്ദേശമൊന്നും സെൻസർ ബോർഡിന് ഇല്ലെന്നും പ്രതികരണമുണ്ട്. വിവരങ്ങൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിഷ്ണു ആർ കെ നൽകും. വിഷ്ണു, എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വിലയിരുത്തൽ? ശ്യാം സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായ നിലപാടാണ് ഇപ്പോൾ സെൻസർ ബോർഡ് മദ്രാസ് ഹൈക്കോടതിയിൽ അറിയിച്ചിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആശങ്കകൾ നേരത്തെയും ഉണ്ടായിരുന്നു. അതുപോലെ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഡിസംബർ 22 തന്നെ 27ഓളം കട്ടുകളോട് കൂടി UA സർട്ടിഫിക്കറ്റിന് സെൻസർ ബോർഡ് ശുപാർശ ചെയ്തിരുന്നു. അത് പ്രകാരം പിന്നീട് തുടർ പരിശോധനകൾക്കായിട്ടാണ് റിവൈസിംഗ് കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഈ ചിത്രത്തിന് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അത് പ്രകാരമാണ് ഇനിയുള്ള ചില പരിശോധനകൾ കൂടി ഈ ഒരു ചിത്രത്തിന് വേണ്ടി വരും എന്നുള്ളൊരു കാര്യം സെൻസർ ബോർഡ് അറിയിച്ചിട്ടുള്ളത്. അതിലേറെ ശ്രദ്ധേയമായ കാര്യം, സൈനികവുമായി ബന്ധപ്പെട്ട് പ്രതിരോധ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് ചില അടയാളങ്ങൾ ഈ ചിത്രത്തിലെ ചില രംഗങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അത് കൃത്യമായി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അത് പരിശോധിക്കാൻ പ്രതിരോധ മേഖലയിൽ തന്നെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ തന്നെയും ചേർന്നുകൊണ്ടുള്ളൊരു സമിതി അത് കൃത്യമായി പരിശോധിച്ചാൽ മാത്രമേ ഇതിന് അനുമതി നൽകൂ എന്നുള്ളൊരു നിലപാടാണ് ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതിയിൽ സെൻസർ ബോർഡ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഒപ്പം എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇതിനോടകം തന്നെ ചില പ്രധാനപ്പെട്ട മറ്റ് ചില കട്ടുകൾ ഇതിനകത്ത് നടത്തിയിട്ടുണ്ട്. അതിന് പ്രകാരമാണ് ഈ തുടർ പരിശോധനകൾക്കായി ഇപ്പോൾ സെൻസർ ബോർഡ് ഈ ഒരു ചിത്രത്തിന് ഈ ഒരു നിലപാട് ഇപ്പോൾ കൈക്കൊണ്ടിട്ടുള്ളത്. ഇത് പ്രകാരം ഇനിയും ഈ ഒരു റിലീസിംഗ് തീയതി നീളാനുള്ള ഒരു സാധ്യത കൂടി നിലനിൽക്കുന്നു. തീർച്ചയായും അത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. റിലീസിംഗ് വൈകും എന്നാണ് വ്യക്തമാകുന്നത്.